ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടറൽ മീഡിയയിലേക്ക് എല്ലാ മാന്യ സ്നേഹിതന്മാർക്കും സ്വാഗതം. ഇന്നത്തെ രാവിലത്തെ ധ്യാന ചിന്തയ്ക്ക് വേണ്ടി, ഡെയിലി ഡിവോഷന് വേണ്ടി തിരഞ്ഞെടുത്ത വേദഭാഗം 126 സങ്കീർത്തനം. 126 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അവർ അന്ന് പറഞ്ഞു. യഹോവ ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവേ, തെക്കേ ദേശത്തെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തേണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് പുറപ്പെടുന്നവൻ കറ്റ ചുമന്നും ആർപ്പ് വിളിച്ചും വരുന്നു. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 126 സങ്കീർത്തനവും ഒരു ആരോഹണ ഗീതമാകുന്നു. ഈ ആരോഹണ ഗീതത്തിൽ 3 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ വാക്യവും 2ാമത്തെ വാക്യവും 3ാമത്തെ വാക്യം നോക്കുമ്പോൾ അവിടെ ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ദൈവത്തെ അവർ സ്തുതിക്കുന്നു, കാരണം അവർ അടിമത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ, അല്ലെങ്കിൽ അവരെ മടക്കി വരുത്തിയപ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, അതിൻ്റെ 4ാമത്തെ വാക്യത്തിൽ ഒരു ആവശ്യമാണ് ദൈവത്തോട് പറയുന്നത്. മുഴുവനായിട്ടുള്ള ഒരു റെസ്റ്റോറേഷൻ വേണം, എല്ലാവരെയും മടക്കി വരുത്തണമെന്ന് ഇവിടെ പറയുന്നത് കാണുവാൻ സാധിക്കും. അതുമാത്രമല്ല, 5, 6 വാക്യങ്ങളിൽ ഒരു നിശ്ചയദാർഢ്യം, ഒരു കോൺഫിഡൻസ്, ദൈവം അനുഗ്രഹങ്ങൾ തരുമെന്നുള്ളതിനൊരു കോൺഫിഡൻസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-2 വാക്യം ഇങ്ങനെയാണ്: യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. വളരെ അവർ ഒരിക്കലും വിചാരിച്ചില്ല പ്രവാസികളായി പോയ ആൾക്കാരെ, ബാബേൽ പ്രവാസത്തിലേക്ക് പോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. അപ്പം അതുകൊണ്ട് അവർ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ ആർപ്പ് നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ അവർ അന്ന് പറഞ്ഞു. യഹോവ ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. വളരെ സന്തോഷം. ദൈവം അവരുടെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ ചെയ്തു. പ്രവാസികളായി കടന്നുപോയവരെ ദൈവം തിരികെ വിളിച്ചിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ അവർ യെരൂശലേമിലേക്ക് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഉത്സവങ്ങളിൽ കടന്നു പോകുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെയും പണ്ട് പ്രവാസത്തിലായിരുന്നപ്പോൾ ദൈവം എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, ആ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് ഇവർ നടന്നു പോകുന്നത്. കാരണം അന്നത്തെ സമയത്ത് വാഹനങ്ങൾ ഇന്ന് നമുക്ക് ലഭിക്കുന്ന പോലെ വാഹനങ്ങളില്ല. അവർ കാൽനടയായിട്ട് വേണം പോകുവാനും വരുവാനും ചെയ്യേണ്ടത്. അങ്ങനെ അവർക്ക് യാത്ര ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ ആ സമയത്ത് അവർ പറയുന്നതാണ്, ഞങ്ങൾ മടക്കി വരുത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു, ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. എങ്കിലും കർത്താവിൻ്റെ വാഗ്ദത്തം ദൈവം അവിടെ നിറവേറ്റുന്നത് കാണുവാൻ സാധിക്കും. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ഇത്ര നാൾ അവർ പ്രവാസത്തിലായിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചു. അത്രയും നാൾ പ്രവാസത്തിലായി. അതിനുശേഷം പ്രവാസത്തിൽ നിന്ന് അവരെ യെരൂശലേമിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് കാണുവാൻ സാധിക്കും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് പഴയ നിയമകാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാനിവിടെ അത് വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവരെ മടക്കി വരുത്തിയതുകൊണ്ട് ദൈവത്തെ അവരെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, 2ാമത് പറഞ്ഞുവല്ലോ, പൂർണ്ണമായിട്ടുള്ള ഒരു റെസ്റ്റോറേഷൻ, പൂർണ്ണമായിട്ടുള്ള ഒരു മടങ്ങി വരവ് അവരാഗ്രഹിക്കും. യഹോവേ, തെക്കേ ദേശത്തെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. എല്ലാവരെയും, ആരും പ്രവാസത്തിലായിരിക്കാൻ പാടില്ല, അന്യദേശത്ത് പരദേശികളായി പാർക്കുവാനായിട്ട് പാടില്ല. അവരെ എല്ലാവരെയും മടക്കി വരുത്തണമെന്നൊരു പെറ്റീഷൻ, ഒരു നിവേദനം ദൈവത്തോട് പറയുകയാണ്. ഫുൾ റെസ്റ്റോറേഷൻ, മുഴുവൻ ആൾക്കാരെയും കൊണ്ടുവരണം യെരൂശലേമിലേക്ക്, എൻ്റെ സ്വന്തം ജനമായ യെരൂശലേമിലേക്ക് കൊണ്ടുവരണമെന്ന് ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ എല്ലാവരും വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിനുശേഷം അവർ പാടുകയാണ്: കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കറ്റ ചുമന്നും കരഞ്ഞുകൊണ്ട് പുറപ്പെടുന്നവർ കറ്റ ചുമന്നും ആർപ്പ് വിളിച്ചും വരുന്നു.
വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് പുറപ്പെടുന്നവൻ കറ്റ ചുമന്നും ആർപ്പ് വിളിച്ചും വരുന്നു. ദൈവനാമത്തിന് മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഒരു കോൺഫിഡൻസ്, ആർക്കാണ് ഈ കോൺഫിഡൻസ് നൽകുന്നത്? നമുക്ക് ഈ വാക്യത്തിൽ കാണുന്ന ഒരു കൃഷി സംബന്ധമായ കാര്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ ഇവിടെ പറയുന്നുണ്ട്, കാണുവാൻ സാധിക്കും. ഒരു വിതയെക്കുറിച്ച് പറയുന്നുണ്ട്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തുകൊണ്ട് വരുന്നു. വിതയ്ക്കുന്നവർ കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും. ഒരു വിത നടക്കുമ്പോൾ അതിന് പിന്നിൽ വളരെയധികം കാര്യങ്ങളുണ്ട്, അതിന് പിന്നിൽ വളരെ അധ്വാനമുണ്ട്. വെറുതെ നമുക്ക് വിതയ്ക്കുവാനായിട്ട് കഴിയില്ല. അതിൻ്റെ ഒരു കൃഷിയിൽ നമുക്ക് നെല്ല് വിതയ്ക്കുകയോ അല്ലെങ്കിൽ ഗോതമ്പ് വിതയ്ക്കുകയോ എന്തെങ്കിലും ചെയ്താലേ അവിടെ വിതയ്ക്കുവാനായിട്ട് വളരെയധികം കാര്യങ്ങൾ ആവശ്യം, വളരെ കഠിനമായ അധ്വാനം ആവശ്യമുണ്ട്. ചിലപ്പോൾ ആ വേദന, അത് വിതയ്ക്കുവാനുള്ള ആ കാര്യങ്ങളെ ഒത്തുചേർക്കുന്നതിന് വളരെ പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ അവരെങ്ങനെ ചെയ്യും? ആർപ്പോടെ കൊയ്യുമെന്നാണ് പറയുന്നത്. അത് നമ്മൾ ചിലപ്പോൾ നമ്മൾ പുതിയ നിയമത്തിലെ ഒരു മെറ്റഫോറായിട്ട് പറയാറുണ്ട്. കർത്താവിൻ്റെ വചനം വിതയ്ക്കുവാനായിട്ട് പോകുമ്പോൾ അത് നമ്മൾ വളരെ കരഞ്ഞുകൊണ്ടെന്ന് പറയുമ്പോൾ വളരെ മനോഭാരത്തോടുകൂടെ, വളരെ ആത്മഭാരത്തോടുകൂടെ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നുപോയി വിതയ്ക്കുമ്പോൾ ആ വചനം അവിടെ ക്രിയ ചെയ്യുകയും അനേകം പേരുടെ ഒരു കൊയ്ത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉദാഹരണം പറയുന്നത് കാണുവാൻ സാധിക്കും. അവിടെ വിത്തെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം വിതയ്ക്കുകയാണ്. അപ്പോൾ വചനം വിതയ്ക്കുമ്പോൾ അതോടെ ആർപ്പോടുകൂടെ ഒരു കൊയ്ത്ത്, അനേക ആത്മാക്കൾ രക്ഷയിലേക്ക് കടന്നു വരുവാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു വലിയ കൊയ്ത്ത്, ഒരു സന്തോഷം നൽകുന്ന ഒരു കൊയ്ത്ത് നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയുമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുവാൻ നാം മടുത്തു പോകരുതെന്നാണ് നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്. ഗലാത്യ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം, ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അത് കാണാൻ സാധിക്കും. 7-ാമത്തെ വാക്യം, ദൈവത്തെ വഞ്ചിക്കുവാൻ കഴിയുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാകുന്നു. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, ദൈവത്തെ പരിഹസിച്ചുകൂടാ. എന്നിട്ട് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. പിന്നെ താഴോട്ട് പറയുന്ന വിതയെക്കുറിച്ച് പറയുന്നുണ്ട്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യും. നന്മ ചെയ്യുന്നത് നാം മടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. അപ്പോൾ നമ്മുടെ പ്രവൃത്തി, നാം ചെയ്യേണ്ടുന്ന കാര്യം അത് ചെയ്യുകയാണ്. അത് നമ്മൾ വിതയ്ക്കുന്നത് തന്നെ നമ്മൾ കൊയ്യും. അപ്പം നമ്മൾ എന്താണ് വിതയ്ക്കുന്നത് അതാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നന്മ ചെയ്താൽ നമുക്ക് നന്മ തിരികെ ലഭിക്കുവാനായിട്ട് കഴിയും. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകരോട് സുവിശേഷം പറയുവാൻ, അനേകരോട് ദൈവവചനം പറയുവാൻ, ഉപദേശ സത്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമുക്ക് വലിയൊരു പ്രതിഫലം, വലിയൊരു കൊയ്ത്ത് നമുക്ക് ലഭിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ആ ഒരു മെറ്റഫോർ അവിടെ താഴോട്ട് പറയുന്നത് കാണുവാൻ സാധിക്കും. വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് പുറപ്പെടുന്നു. വിത്ത് ചുമന്ന് തലയിൽ വളരെ വിത്തുകൾ ചുമന്നുകൊണ്ട് വളരെ ഭാരപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് പുറപ്പെടുന്നത്. എന്നാൽ കൊയ്ത്തിൻ്റെ സമയത്ത് എന്തെന്നറിയാമോ? അവർ കറ്റ ചുമന്ന് വരുമ്പോൾ അവർ കരയത്തില്ല. അവർ കിട്ടിയ വലിയ വിളവിനെ കണ്ട് ആസ്വദിച്ച് ആനന്ദിച്ച് ആർപ്പ് വിളിച്ചുകൊണ്ടാണ് അവർ തിരികെ വരുന്നത്. ഒരു കോൺഫിഡൻസിനെ, ഒരു നിശ്ചയദാർഢ്യത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ മക്കൾ പറയുന്നത് അത് നമ്മൾ വളരെ ഭാരത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടെ അപേക്ഷിക്കുന്നതൊക്കെയും നമുക്ക് എന്താ ലഭിക്കുന്നത്? നമുക്ക് വളരെ ആർപ്പോടുകൂടെ കൊയ്യുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ആ ഇസ്രായേൽ മക്കൾ അവരെ മടങ്ങി വരവ് സന്തോഷിച്ചു. അവർ സ്വപ്നമാണെന്ന് വിചാരിച്ചു, സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. എങ്കിലും അവർ മടങ്ങി വന്നപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായി. പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ വരുന്നു സ്വന്തം നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് വളരെ സന്തോഷമുണ്ടായി. ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ സന്തോഷിച്ചു. വളരെ ഉല്ലാസത്തിന് ജയഘോഷങ്ങളുണ്ടായി. അതുമാത്രമല്ല, അതുകൊണ്ട് എല്ലാവരും വന്നില്ല, അതുകൊണ്ട് പിന്നെ മുഴുവനായിട്ട് ആൾക്കാരെ കൊണ്ടുവരണമെന്ന്, അവരെ റെസ്റ്റോർ ചെയ്യണമെന്ന്
അവരെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അതിന് മറുപടി നൽകി. അതാണോ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ദേശത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, നമ്മളായിരിക്കുന്ന സ്ഥലത്തിന് വേണ്ടി, നമ്മളായിരിക്കുന്ന സ്ഥലത്തെ അല്ലെ ആ ഗ്രാമത്തിലെ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം പേരോട് സുവിശേഷം പറയുവാനായിട്ട് നമുക്ക് സമയം ചെലവഴിക്കാം. അനേക സഹോദരി സഹോദരന്മാരെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് പോകാം. നമ്മൾ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അവസാനത്തെ വാക്യം ഒന്നുകൂടെ ഞാൻ വായിച്ച് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് പുറപ്പെടുന്നവർ കറ്റ ചുമന്നും ആർപ്പ് വിളിച്ചും വരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. വരുന്ന ദിവസങ്ങൾ അനേക ഫലങ്ങൾ നമുക്ക് കൊയ്ത്ത് ചെയ്തുകൊണ്ട് അനേക ഫലങ്ങളെ നമുക്ക് ചുമന്നുകൊണ്ട് വരാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ മഹത്വത്തിന് കാരണമായി തീരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ഡിവോഷൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.